ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുള്ള നാടോടി കഥകളിലും മിത്തുകളിലും പ്രേതകഥകൾക്ക് എന്നും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. നഗരവൽക്കരണം ഇത്രയേറെ ഉണ്ടാകാത്തൊരു കാലത്തായിരുന്നു അവയിൽ പലതിൻ്റെയും സൃഷ്ടി നടന്നിട്ടുള്ളത്. അത്തരം കഥകൾക്ക് പ്രേരകമായിട്ടുള്ളത് അന്നത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കൂടിയാണ്. വെളിച്ചമെത്താത്ത മലമ്പ്രദേശങ്ങളും കുറ്റിക്കാടുകളുമാണ് മിക്ക കഥകളുടെയും പശ്ചാത്തലം. എല്ലാ കാലത്തും അത്തരം കഥകൾക്ക് വലിയൊരു കൂട്ടം പ്രേക്ഷകരെ ആകർഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ലോകപ്രശസ്തമായ ഇത്തരം ഹൊറർ കഥകളിൽ പ്രധാനപ്പെട്ടതും എടുത്തു പറയേണ്ടതുമായ ഒന്നാണ് ബ്രാം സ്റ്റോക്കറുടെ സൃഷ്ടിയായ ഡ്രാക്കുള. അത്തരത്തിൽ മലയാള നാട്ടിൽ ഏറെ പ്രശസ്തയായ നമ്മുടെ സ്വന്തം യക്ഷിയാണ് കള്ളിയങ്കാട്ട് നീലി. ഈ അടുത്ത നാളുകളിലും ഏറെ ചർച്ചയായ നീലി എന്ന യക്ഷിക്കഥയ്ക്ക് മറ്റൊരു ട്വിസ്റ്റുണ്ട്. അധികമാരും പരാമർശിച്ച് കാണാത്ത അതെന്താണെന്നറിയാൻ വീഡിയോ അവസാനം വരെയും കാണുക. ആരെയും നിർബന്ധിക്കുന്നില്ല, എങ്കിലും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വല്ല തടിനികളാലാവട്ടെ, ശിലാതലങ്ങളാലാവട്ടെ, സുരഭികളായ പുഷ്പങ്ങളാലാവട്ടെ ആ വനം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. പഞ്ചവൻകാട്ടിനെപ്പറ്റി വിവരിക്കുന്ന മാർത്താണ്ഡവർമ്മൻ നോവലിലെ രചയിതാവിൻ്റെ വരികളാണ് ഞാനീ പറഞ്ഞത്. CV രാമൻപിള്ളയുടെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മയിലാണ് പഞ്ചവൻകാട്ട് നീലിയെന്നും കള്ളിയങ്കാട്ട് നീലിയെന്നും ഒക്കെ അറിയപ്പെടുന്ന യക്ഷിയെക്കുറിച്ച് മലയാളക്കര ആദ്യമായി കേൾക്കുന്നത്. അതിനു മുൻപ് രേഖപ്പെടുത്തപ്പെട്ട ഒന്നിലും ഈ കഥാപാത്രം വരുന്നില്ല. ഒരു കഥാബീജത്തെ പലരിലൂടെ പല കാലം പറഞ്ഞു പഴകി അതിന് പല മാനങ്ങളും നൽകി ചരിത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിൽ നമ്മളും ആർക്കും പിന്നിലല്ലെന്ന് തെളിയിക്കുന്നതാണ് നീലിയുടെ കഥ. ഒരു കാലത്ത് ബാല്യ കൗമാരങ്ങളുടെ പേടിപ്പെടുത്തുന്ന കഥാരൂപമായിരുന്നു കള്ളിയങ്കാട്ട് നീലിയുടേത്. ഭാവനയും ചരിത്രവും ഇഴചേർത്ത് നെയ്തെടുത്തതാണ് നീലിയുടെ കഥ. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി രക്തം ഊറ്റിക്കുടിക്കുന്ന ഭീകര യക്ഷി. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കള്ളിയങ്കാട്ട് നീലി. സ്ത്രീലമ്പടന്മാരായ നൂറുകണക്കിന് പുരുഷന്മാരെ അവൾ നെഞ്ച് പിളർന്ന് രക്തം ഊറ്റിക്കുടിച്ച് കൊന്നിട്ടുണ്ടെന്നാണ് പഴങ്കഥ. പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ നാഗർകോവിലിൽ പനമരങ്ങളും കള്ളിച്ചെടികളും നിറഞ്ഞ കള്ളിയങ്കാടായിരുന്നു നീലിയുടെ വിഹാരകേന്ദ്രം. ഒരു കാലത്ത് തിരുവിതാംകൂറിനെ കിടുകിട വിറപ്പിച്ച കള്ളിയങ്കാട്ട് നീലി എന്ന രക്തദാഹിയായ യക്ഷിയുടെ കഥ ഇന്നും ഉൾക്കിടിലത്തോടെയാണ് ആളുകൾ കേൾക്കുക. കള്ളിച്ചെടികൾ നിറഞ്ഞ കുറ്റിക്കാട്, ചുറ്റും മാനമുട്ടെ വളർന്നു നിൽക്കുന്ന പനമരങ്ങൾ, അടുത്തൊന്നും ആൾപ്പാർപ്പില്ല. നീലിയുടെയും നീലൻ്റെയും വരവോടെ ഇവിടം ദുർമരണങ്ങളുടെ വിളനിലമായിട്ട് മാറി. നീലിയെ ഭയന്ന് പകൽ പോലും ആൾക്കാർ ഇവിടേക്ക് വരാൻ മടിച്ചു. സ്ഥലത്തെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും ഇതുവഴി വന്നാൽ നേരം വെളുക്കുമ്പോൾ പനയുടെ ചുവട്ടിൽ എല്ലും നഖവും മാത്രമാകും അവശേഷിക്കുക. നീലിയുടെ ഉപദ്രവം സഹിക്കാതായപ്പോൾ യക്ഷിയെ തളയ്ക്കാൻ 70 പ്രമാണിമാർ ചേർന്ന് നാഗർകോവിലിൽ നിന്ന് മന്ത്രവാദിയായ തമ്പിയെ വരുത്തി. തമ്പിക്ക് നീലനെ ആവാഹിച്ച് തളയ്ക്കാനായെങ്കിലും അതീവ ശക്തിശാലിയായ നീലിയെ തളയ്ക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ തൻ്റെ അനുജനെ തളച്ചതിൻ്റെ പ്രതികാരത്തിൽ മാന്ത്രികനെ നീലി കൊലപ്പെടുത്തുകയും ചെയ്തു. അതോടെ നീലിയെ ഭയന്ന് ഗ്രാമീണർ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാതായി. യക്ഷിയാകുന്നതിന് മുൻപ് 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പക്കണ്ണൂർ എന്നയിടത്ത് ജീവിച്ചിരുന്ന ഒരു ദേവദാസിയായിരുന്ന കാർവേണിയുടെ മകളായ അല്ലിയായിരുന്നു നീലി. മുട്ടോളം എത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളുമുള്ള അതീവ സൗന്ദര്യവതിയായിരുന്നു അല്ലി. അവൾ അവിടുത്തെ ശിവക്ഷേത്രത്തിലെ പൂജാരി നമ്പിയുമായി പ്രണയത്തിലായി വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ പരസ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്ന നമ്പിക്ക് അവളുടെ സമ്പത്തിലായിരുന്ന കണ്ണ്. മരുമകൻ്റെ വേശ്യാസ്ത്രീകളുമായുള്ള ബന്ധത്തിൽ വെറുപ്പ് തോന്നിയ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഗർഭിണിയായ അല്ലിക്ക് അവനെ പിന്തുടരേണ്ടി വന്നു. ദൂരയാത്രയിൽ നടന്ന് ക്ഷീണിച്ച അല്ലി അല്പനേരം വിശ്രമിക്കാനായി
നമ്പിയുടെ മടിയിൽ തലവെച്ച് കിടന്നു. കടുത്ത ക്ഷീണമുണ്ടായിരുന്ന അല്ലി പെട്ടെന്നുറങ്ങിപ്പോയി. ഈ അവസരം നോക്കി നമ്പി മെല്ലെ അവൾ അറിയാതെ തൻ്റെ മടിയിൽ നിന്നും ഒരു കല്ലിലേക്ക് അവളുടെ തല മാറ്റിവെച്ച് വേറൊരു കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു. മരിച്ച അല്ലിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച് അയാൾ കടന്നു കളഞ്ഞു. അല്ലിയെ അന്വേഷിച്ചെത്തിയ അവളുടെ ഇളയ സഹോദരൻ അമ്പി സഹോദരിയുടെ മൃതദേഹം കണ്ട് ആ വിഷമത്തിൽ ഒരു പാറയിൽ തലയടിച്ച് ആത്മഹത്യ ചെയ്തു. പിന്നീട് നമ്പിയും പാമ്പുകടിയേറ്റ് കൊല്ലപ്പെട്ടു. അമ്പിയും അല്ലിയും ചോള രാജാവിൻ്റെ മക്കളായ നീലനും നീലിയുമായി പുനർജനിച്ചു. ഇവരുടെ ജനനത്തോടെ രാജ്യത്തുടനീളം പേമാരി, പകർച്ചവ്യാധികൾ, ദുർമരണങ്ങൾ എന്നിവ വ്യാപകമായി. അവർ രാത്രിയിൽ കന്നുകാലികളുടെ രക്തം കുടിച്ചു തുടങ്ങി. നിരവധി കന്നുകാലികൾ നഷ്ടപ്പെട്ടു. രാജ്യത്തുണ്ടാകുന്ന ദുർനിമിത്തങ്ങൾക്ക് കാരണം നീലിയും നീലനുമാണെന്ന് ജ്യോതിഷന്മാരിൽ നിന്നും മനസ്സിലാക്കിയ രാജാവ് കുട്ടികളെ ചോള രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. തങ്ങളുടെ പൈശാചിക ശക്തിയിൽ വനത്തിൽ നിന്നും പുറത്തു കടന്ന നീലിയും നീലനും സമീപത്തുള്ള പഴകന്നൂർ ഗ്രാമത്തിൽ അല്ലി കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട് എന്ന സ്ഥലത്ത് വാസമുറപ്പിച്ചു. പിന്നീട് ഇവിടമായിരുന്നു ഇരുവരുടെയും വിഹാര കേന്ദ്രം. കുറേ കാലം കഴിഞ്ഞു. ഇതിനിടെ പാമ്പുകടിയേറ്റ് മരിച്ച അല്ലിയുടെ ഭർത്താവ് നമ്പിയുടെ പുനർജന്മമായ കാവേരിപ്പൂമ്പട്ടണം സ്വദേശി ആനന്ദൻ പഞ്ചവങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി തിരിച്ചു. അയാൾ ഒരു മാന്ത്രിക വടി കൈവശം വച്ചിരുന്നു. മുൻ ജന്മത്തിൽ തന്നെ ചതിച്ചു വന്ന ദുഷ്ടനായ ഭർത്താവ് നമ്പിയാണെന്ന് തിരിച്ചറിഞ്ഞ നീലി അയാളെ വശീകരിച്ച് പനയുടെ ചുവട്ടിലെത്തിച്ചെങ്കിലും കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നതിനാൽ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഒരവസരത്തിനായി നീലി അവനെ പിന്തുടർന്നു. എന്നാൽ നീലി യക്ഷിയാണെന്ന് തിരിച്ചറിഞ്ഞ ആനന്ദൻ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഒരു കുട്ടിയുള്ള സ്ത്രീയുടെ രൂപം സ്വീകരിച്ച നീലി ആനന്ദൻ തൻ്റെ ഭർത്താവാണെന്നും അവളുമായി വഴക്കിട്ട് അയാൾ ഓടിപ്പോവുകയാണെന്നും ഗ്രാമവാസികളെ വിശ്വസിപ്പിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് അത് നീലിയാണെന്ന് പറഞ്ഞു. പക്ഷേ ആരും അവനെ വിശ്വസിച്ചില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുപ്രമാണിമാരായ 70 പേരും അവനോടൊപ്പം മരിക്കും എന്ന് സത്യം ചെയ്തു. തങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രമാണിമാർ അവരെ ഒരുമിച്ച് ഒരു വീട്ടിലാക്കി വെളിയിൽ നിന്ന് കതക് പൂട്ടി. അവിടെ വെച്ച് തന്ത്രപരമായി അവൻ്റെ മാന്ത്രിക വടി അവൾ തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ ആ രാത്രി നീലി ആനന്ദനെ എളുപ്പത്തിൽ കൊന്നു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചതായി കണ്ട 70 പ്രമാണിമാരും അവരുടെ വാഗ്ദാനം നിറവേറ്റുന്നതിനായി ആത്മഹത്യ ചെയ്തു. തൻ്റെയും സഹോദരൻ്റെയും മരണത്തിന് കാരണക്കാരായ 70 പ്രമാണിമാരെയും ആനന്ദനെയും കൊന്ന ശേഷം നീലി തൻ്റെ ഭീകരരൂപം ഉപേക്ഷിച്ചു. ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു എന്നാണ് കഥ. നീലിയുടെ കഥ അറിഞ്ഞവരെല്ലാം അവരെ ആരാധിക്കാൻ തുടങ്ങി. ഇനിയാണ് നേരത്തെ പറഞ്ഞ ആ ട്വിസ്റ്റ്. 8 വീട്ടിൽ പിള്ളമാരും മാർത്താണ്ഡവർമ്മയുമായുള്ള അധികാര തർക്കത്തിൻ്റെ കഥയാണ് ചരിത്രവും മിത്തും ഭാവനയും ഇഴചേർത്ത് CV രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ നോവൽ. മാർത്താണ്ഡവർമ്മയുടെ രാജാധികാരത്തിൽ അദ്ദേഹത്തിൻ്റെ പടയാളികളെ ഭയന്ന് പിള്ളമാർ ഒരിക്കൽ ഒരു പ്ലാവിൻ്റെ വലിയ പൊത്തിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടുകയും പിന്നീട് ഈ മരം അമ്മച്ചിപ്ലാവ് എന്ന പേരിൽ അറിയപ്പെടുകയും പ്രസിദ്ധമാവുകയും ചെയ്തത് ചരിത്രമാണ്. മാർത്താണ്ഡവർമ്മയുടെ പടയാളികളെ ഭയന്ന് ഏറെ നാൾ 8 വീട്ടിൽ പിള്ളമാർക്ക് ഒളിവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ചാരന്മാർ തങ്ങളെ കണ്ടുപിടിക്കാതിരിക്കുന്നതിന് ഇവർ ഇടയ്ക്കിടെ താവളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ ഒരിടമായിരുന്നു പഞ്ചവൻകാട്. ഇവിടേക്ക് ചാരന്മാർ ഭയപ്പെട്ട് എത്താതിരിക്കുന്നതിന് അവർ കണ്ടുപിടിച്ച ഒരു കള്ളക്കഥയായിരുന്നു അത്രേ പഞ്ചവൻകാട്ട് നീലി എന്ന കള്ളിയങ്കാട്ട് നീലി. നേരായാലും നുണയായാലും ഇനിയും ഏറെക്കാലം കള്ളിയങ്കാടും നീലിയും നമ്മുടെ കഥാപരിസരങ്ങളിൽ ഉണ്ടാകും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.